മൊഡ്യൂളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്. ലീനിയർ പ്രോഗ്രാമിംഗ് അതേപോലെ തന്നെ ഡിസിഷൻ ട്രീ, ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു ലാസ്റ്റ് ചാപ്റ്ററിൽ അല്ലെങ്കിൽ ലാസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ആദ്യത്തെ ഭാഗമാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ചിലപ്പോൾ LPP എന്നേ തന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ LPP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ എന്താണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് നോക്കുക. അതിൻ്റെ മീനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. It is a quantitative technique of finding the best use of limited resources. It is a combination of two words, linear and programming. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ മീനിങ് ആയിട്ട് പറയുന്നത് രണ്ട് വേർഡ്സിൻ്റെ കോമ്പിനേഷനാണ് ഈ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ലീനിയർ എന്നും പ്രോഗ്രാമിംഗ് എന്നുമുള്ള രണ്ട് വേർഡ്സിൻ്റെ കോമ്പിനേഷനാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. ഇതിൽ ലീനിയർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ലീനിയർ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ റിലേഷൻഷിപ്പ് ഒന്നുകിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ പ്രപ്പോർഷണൽ റിലേഷൻഷിപ്പ് ആവാം. പ്രോഗ്രാമിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ബൈ വിച്ച് എ പ്രോഗ്രാം ഈസ് ഡിസൈൻഡ് ടു അച്ചീവ് ദ റിസൾട്ട്. അപ്പോൾ പ്രോഗ്രാമിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രൊസീജിയറാണ് പ്രോഗ്രാമിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പർട്ടിക്കുലർ റിസൾട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു പ്രൊസീജിയറിനെ അല്ലെങ്കിൽ ആ ഒരു പ്ലാനിനെയാണ് പ്രോഗ്രാമിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് എന്നുള്ള ഈ രണ്ട് വേർഡ്സിൻ്റെ കോമ്പിനേഷനാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. ഇനി ഇതിൻ്റെ മീനിങ് ആയിട്ട് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ഓഫ് ഫൈൻഡിങ് ദി ബെസ്റ്റ് യൂസ് ഓഫ് ലിമിറ്റഡ് റിസോഴ്സസ്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് റിസോഴ്സസ് എങ്ങനെ ഏറ്റവും ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, അതാണ് ലീനിയർ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ പഠിക്കുന്നത്. എന്തായിരുന്നു ലീനിയർ പ്രോഗ്രാമിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് റിസോഴ്സസുകൾ എങ്ങനെ ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാം, അതാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ലീനിയർ പ്രോഗ്രാമിംഗ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് which is used for the optimum allocation of limited resources to activities so as to maximize profit or minimize cost. എന്താ ഇവിടെ പറയുന്നത്? ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത് ലീനിയർ പ്രോഗ്രാമിങ്ങിൽ രണ്ട് ഒബ്ജക്റ്റീവാണുള്ളത്. ഒന്നെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പ്രോഫിറ്റ് കൂട്ടുക. കോസ്റ്റ് മിനിമൈസേഷൻ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കുറയ്ക്കുക. അപ്പോൾ ഇതാണ് ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഒബ്ജക്റ്റീവുകൾ. ഒന്നെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക, കോസ്റ്റ് കുറയ്ക്കുക. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത് എന്താണ്? ഈ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും അല്ലെങ്കിൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്ന രീതിയിലും എങ്ങനെ റിസോഴ്സസുകൾ ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ലീനിയർ പ്രോഗ്രാമിങ്ങിൽ പറയുന്നത്. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന രീതിയിലും കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്ന രീതിയിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് റിസോഴ്സസ് എങ്ങനെ ഏറ്റവും ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ആ റിസോഴ്സസ് ഓരോ ആക്ടിവിറ്റീസിനും എങ്ങനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം, അതാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അലോക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വീതിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് റിസോഴ്സസുകൾ ഓരോ ആക്ടിവിറ്റീസിനും എങ്ങനെ ഏറ്റവും ബെസ്റ്റായിട്ട് വീതിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് ലീനിയർ പ്രോഗ്രാമിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും ആയിട്ട് പറയുന്നത്. സിമ്പിളായിട്ട് ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷനും കോസ്റ്റ്
മിനിമൈസേഷനുമാണ്. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസുകൾ എങ്ങനെ ഏറ്റവും ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, അതാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്നുള്ള ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസുകൾ എങ്ങനെ ഓരോ ആക്ടിവിറ്റീസിനും ഏറ്റവും ബെസ്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് ലീനിയർ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മീനിങ്ങും ഡെഫിനിഷനും ക്ലിയർ ആയിട്ടുണ്ട് വിചാരിക്കുന്നു. അടുത്തത് നോക്കാം. അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ്. പ്രോപ്പർട്ടീസ് എന്നാണ് ഇവിടെ ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളോട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിക്കണമെന്നുണ്ടെങ്കിലും ഇത് തന്നെ എഴുതിയാൽ മതി കേട്ടോ. ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടീസ് തന്നെ എഴുതിയാൽ മതി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ആൻഡ് കൺസ്ട്രെയിൻസ് മസ്റ്റ് ബി ലീനിയർ. ഫസ്റ്റത്തെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫസ്റ്റത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കൺസ്ട്രെയിൻസുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ലീനിയർ ആയിരിക്കണം. The relationship between variables and constraints must be linear. അതായത് വേരിയബിൾസും കൺസ്ട്രെയിൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ലീനിയർ ആയിരിക്കണം. ഇപ്പോൾ ജസ്റ്റ് തിയറി പറയുമ്പോൾ നിങ്ങൾക്ക് കുറേ ഡൗട്ടൊക്കെ ഉണ്ടാവും. എന്താണ് കൺസ്ട്രെയിൻസ്, എന്താണ് ഈ വേരിയബിൾസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. പക്ഷേ ഇത് നമുക്ക് പ്രോബ്ലംസ് ആയിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ 2 കൺസ്ട്രെയിൻസുകൾ പറയുന്നുണ്ടാവും. കൺസ്ട്രെയിൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ആണ് കൺസ്ട്രെയിൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് ഇപ്പോൾ ഒരു 1000 രൂപയാണ്. അപ്പോൾ അത് അവിടുത്തെ ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ കൺസ്ട്രെയിൻ്റ് ആണ്. ആ 1000 രൂപയ്ക്ക് മുകളിൽ നമുക്ക് ഫണ്ടില്ല. അപ്പോൾ അത്തരത്തിൽ ക്വസ്റ്റ്യനിൽ തന്നെ കൺസ്ട്രെയിൻസ് പറയുന്നുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് ഓർത്ത് വയ്ക്കുക, വേരിയബിൾസും കൺസ്ട്രെയിൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും ലീനിയർ ആയിരിക്കണം. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. രണ്ടാമത്തത് ദ മോഡൽ മസ്റ്റ് ഹാവ് ആൻ ഒബ്ജക്റ്റീവ് ഫങ്ഷൻ. ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസിന് അല്ലെങ്കിൽ ലീനിയർ പ്രോഗ്രാമിങ്ങിൽ എപ്പോഴും ഒരു ഒബ്ജക്റ്റീവ് ഫങ്ഷൻ ഉണ്ടായിരിക്കും. ഒബ്ജക്റ്റീവ് ഫങ്ഷനെ നമ്മൾ മാത്തമാറ്റിക്കലായിട്ടാണ് പ്രോബ്ലം ചെയ്യുമ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുക. ആ ഒബ്ജക്റ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്നതായിരിക്കും. ഈ 2 ഒബ്ജക്റ്റീവ് മാത്രമേ ലീനിയർ പ്രോഗ്രാമിങ്ങിൽ ഉണ്ടാവുള്ളൂ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓർ കോസ്റ്റ് മിനിമൈസേഷൻ. അപ്പോൾ അതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദ മോഡൽ മസ്റ്റ് ഹാവ് സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ്. അതായത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്തായാലും കൺസ്ട്രെയിൻസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ കൺസ്ട്രെയിൻസ് നിർബന്ധമാണ്. അതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. നാലാമത്തേത് പറയുന്നത് ദ മോഡൽ മസ്റ്റ് ഹാവ് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ്. നാലാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള കൺസ്ട്രെയിൻസ് ഒരിക്കലും നെഗറ്റീവ് ആയിരിക്കില്ല, പോസിറ്റീവ് ആയിരിക്കും. 0ക്ക് മുകളിലുള്ള വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടെ ശരിക്ക് ക്ലിയർ ആവും. അപ്പോൾ പ്രോപ്പർട്ടീസ് ഇത്രയാണ്. വേരിയബിൾസും കൺസ്ട്രെയിൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ലീനിയർ ആയിരിക്കണം. ആ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ ഒരു ഒബ്ജക്റ്റീവ് ഫങ്ഷൻ ഉണ്ടായിരിക്കണം. ആ ഒബ്ജക്റ്റീവ് ഫങ്ഷനെ നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യും. ഒബ്ജക്റ്റീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞത് ഒന്നുകിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷനോ അല്ലെങ്കിൽ കോസ്റ്റ് മിനിമൈസേഷനോ ആയിരിക്കും. പിന്നെ മോഡലിൽ ഈ ഒരു ലീനിയർ പ്രോഗ്രാമിങ്ങിൽ കുറച്ച് കൺസ്ട്രെയിൻസുകൾ ഉണ്ടായിരിക്കും. പിന്നെ ലാസ്റ്റ് പറയുന്നത് ആ കൺസ്ട്രെയിൻസ് ഒരിക്കലും നെഗറ്റീവ് ആവാൻ പാടില്ല, 0ക്ക് മുകളിലുള്ള ഒരു വാല്യൂ ആയിരിക്കും. അപ്പം നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് ആണ് ഈ ഒരു ലീനിയർ പ്രോഗ്രാമിങ്ങിൽ ഉണ്ടാവുക, നെഗറ്റീവ് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം, ആപ്ലിക്കേഷൻസ് ഓർ യൂസസ് ഓർ റോൾ ഓഫ് LP ഇൻ ബിസിനസ് ആൻഡ് മാനേജ്മെൻറ്റ്. LP എന്ന് പറഞ്ഞാൽ ലീനിയർ പ്രോഗ്രാമിംഗ് ആണ്, അത് മറക്കരുത്. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ യൂസ് എങ്ങനെയാണ് ഈ ബിസിനസ്സിലും മാനേജ്മെൻറ്റിൻ്റെ ഫീൽഡിലൊക്കെ ഈ ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് മിക്സ്. അതായത് പ്രൊഡക്റ്റിൻ്റെ
ക്വാണ്ടിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് പ്രൊഡക്റ്റ് മിക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഫറെൻറ്റ് പ്രൊഡക്റ്റുകൾ, ആ ഓരോ പ്രൊഡക്റ്റും എത്ര ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം ഇതറിയാൻ വേണ്ടിയിട്ട് ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ പോയിൻ്റാണ് പ്രൊഡക്റ്റ് സ്മൂത്തിങ്. പ്രൊഡക്റ്റ് സ്മൂത്തിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാൻ ഏതാണെന്ന് തീരുമാനിക്കാൻ ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നുണ്ട്. പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാൻ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാൻ ഏതാണെന്ന് തീരുമാനിക്കാനും ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തേതാണ് മീഡിയ സെലക്ഷൻ. മീഡിയ സെലക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പ്രൊഡക്റ്റിന് ഏത് മീഡിയ വഴി അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം, അഡ്വർടൈസിങ് മിക്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഒരു യൂസാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ. ട്രാവലിംഗ് സെയിൽസ്മാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നുണ്ട്. ടു ഫൈൻഡ് ഷോർട്ടസ്റ്റ് റൂട്ട്, അതായത് പ്രൊഡക്റ്റുകളൊക്കെ കസ്റ്റമേഴ്സിൽ എത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് അതിനുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റൂട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ, ഫണ്ട് വീതിച്ച് കൊടുക്കാൻ ഈ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ്, അതായത് ഓരോ ആക്ടിവിറ്റിക്കും എത്ര ഫണ്ട് വേണ്ടി വരും ഇതൊക്കെ കണ്ടുപിടിച്ച് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീനിയർ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനും ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ. പിന്നെ അസൈൻമെൻറ്റ് പ്രോബ്ലം. അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോബുകൾ ആ ജോബ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകൾക്ക് വീതിച്ചു കൊടുക്കാനാണ് അസൈൻമെൻറ്റ് പ്രോബ്ലം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ജോബും ഓരോ ആളുകൾക്ക് വീതിച്ചു കൊടുക്കുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വീതിച്ചു കൊടുക്കുക. അപ്പോൾ ഏത് ജോബ് ഏതാൾക്ക് കൊടുക്കണം ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു യൂസ് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ യൂസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത് ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രൊവൈഡ് എന്നാണ് എഴുതിയപ്പോൾ ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്, പ്രൊവൈഡ്സ് എന്നാണ് കേട്ടോ. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രൊവൈഡ്സ് ഇൻസൈറ്റ്സ് ടു ദ ബിസിനസ് പ്രോബ്ലം. അതായത് ഒരു ബിസിനസ് പ്രോബ്ലം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇറ്റ് ഹെൽപ്പ് ടു സോൾവ് മൾട്ടി ഡയമെൻഷണൽ പ്രോബ്ലംസ്. ബിസിനസ്സിലുള്ള ഡിഫറെൻറ്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻ ചേഞ്ച് LP ഹെൽപ്സ് ഇൻ മേക്കിംഗ് ദ അഡ്ജസ്റ്റ്മെൻറ്റ്. അതായത് ബിസിനസ് കണ്ടീഷൻസ് മാറുന്നതിനനുസരിച്ച് എക്കണോമിക് എൻവിറോൺമെൻറ്റിലുള്ള ചേഞ്ചസിനൊക്കെ അനുസരിച്ച് ബിസിനസ്സിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്താൻ ഈ ലീനിയർ പ്രോഗ്രാമിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ബൈ കാൽക്കുലേറ്റിംഗ് ദ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഓഫ് വേരിയസ് തിങ്സ് LP ഹെൽപ്സ് ടു ടേക്ക് ദ ബെസ്റ്റ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. അതായത് ഈ ഒരു ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ റിസോഴ്സസ് ഒക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ ലീനിയർ പ്രോഗ്രാമിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത് ഇറ്റ് ട്രീറ്റ് ഓൾ റിലേഷൻഷിപ്പ് ആസ് ലീനിയർ. ലീനിയർ പ്രോഗ്രാമിങ്ങിൽ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ റിലേഷൻഷിപ്പിനെ നമ്മൾ ലീനിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ലീനിയർ അല്ലാത്ത റിലേഷൻഷിപ്പുകളൊന്നും തന്നെ നമ്മൾ ലീനിയർ പ്രോഗ്രാമിൽ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. എല്ലാ റിലേഷൻഷിപ്പും ലീനിയർ പ്രോഗ്രാമിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ലീനിയർ ആണ് എന്നുള്ള അസംഷനാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ.
രണ്ടാമത്തത് ഓൾ പാരാമീറ്റേഴ്സ് ആർ അസ്യൂംഡ് ടു ബി നോൺ. അതായത് നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം എന്നുള്ളൊരു അസംഷനാണ് ലീനിയർ പ്രോഗ്രാമിങ്ങിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. നമുക്ക് ആ ഒരു പ്രോബ്ലത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ പാരാമീറ്റേഴ്സും ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ ഓൾ പാരാമീറ്റേഴ്സ് ആർ അസ്യൂംഡ് ടു ബി നോൺ, അതാണ് ഒരു ലിമിറ്റേഷൻ. മൂന്നാമത്തത് നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ആർ ലാർജ്. നമുക്ക് ചിലപ്പോൾ 2 കൺസ്ട്രെയിൻസ് ആയിരിക്കാം, ചിലപ്പോൾ 3 കൺസ്ട്രെയിൻസ് ഉണ്ടാവും പ്രോബ്ലത്തിൽ. അപ്പോൾ അതൊക്കെ എന്താണ്, കൺസ്ട്രെയിൻസ് കൂടുന്നതിനനുസരിച്ച് കുറച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാൻ കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആവും. അപ്പോൾ അതൊരു ലിമിറ്റേഷനാണ്. ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇറ്റ് ഈസ് എ കോംപ്ലിക്കേറ്റഡ് ടെക്നിക്ക്. ലീനിയർ പ്രോഗ്രാമിങ്ങിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്, ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് എടുക്കും. അപ്പോൾ ഇതാണ് ലിമിറ്റേഷൻസ്. ഈ തിയറിയൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവുക. എന്താണ് ലീനിയർ പ്രോഗ്രാമിങ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കുക കേട്ടോ. പിന്നെ അടുത്തത് പറയുന്നത് ബേസിക് അസംഷൻസ് ഓഫ് ലീനിയർ പ്രോഗ്രാമിങ്. ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണ്? ഈ അസംഷൻസ് ജസ്റ്റ് 2 മാർക്കിനൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ പോയിൻറ്റ്സ് മാത്രമേ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതുള്ളൂ. ബേസിക് അസംഷൻസ് 1 എന്ന് പറയുന്നത് പ്രൊപ്പർഷനാലിറ്റി, ഒപ്റ്റിമാലിറ്റി, സെർട്ടൈനിറ്റി, ലീനിയാരിറ്റി, ഫിക്സഡ് ടെക്നോളജി, കോൺസ്റ്റൻറ്റ് പ്രോഫിറ്റ് പെർ യൂണിറ്റ്. ഇത്രയാണ് ഒരു ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ അസംഷൻസ് ആയിട്ട് പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇനി ഞാനൊരു 2 മാർക്കിനൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുതുക. പിന്നെ അടുത്തത് ഇവിടം തൊട്ടാണ് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട കാര്യം, ഫോർമുലേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ മോഡൽ ടു LPP. അതായത് ലീനിയർ പ്രോഗ്രാമിങ്ങിൽ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പുകളാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം മെയിനായിട്ടുള്ള ഒരു 3 സ്റ്റെപ്പുകൾ പറയും. പിന്നെ ആ സ്റ്റെപ്പിന് തന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു മെത്തേഡ് പഠിക്കുമ്പോൾ പറയാനുണ്ട്. അപ്പോൾ ഈ ഒരു ലീനിയർ പ്രോഗ്രാമിങ്ങിൽ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ എടുക്കുന്ന 3 സ്റ്റെപ്പുകളാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദി ഒബ്ജക്റ്റീവ് ഫങ്ഷൻ. ആ തന്നിട്ടുള്ള പ്രോബ്ലത്തിലെ ഒബ്ജക്റ്റീവ് ഫങ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. ആ ഒബ്ജക്റ്റീവ് ഫങ്ഷനെ ഒരു മാത്തമാറ്റിക്കൽ ഫോമിൽ എഴുതണം. ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക. ഇതായിരിക്കും അവിടുത്തെ ഒബ്ജക്റ്റീവ് ഫങ്ഷൻ. പക്ഷേ ആ ഒബ്ജക്റ്റീവ് ഫങ്ഷനെ ഒരു മാത്തമാറ്റിക്കൽ ഫോർമാറ്റിലാണ് നിങ്ങൾ എഴുതേണ്ടി വരിക. അതെങ്ങനെയാണ്? Z = എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. അത് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദി ഒബ്ജക്റ്റീവ് ഫങ്ഷൻ. ഒബ്ജക്റ്റീവ് ഫങ്ഷൻ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുകയാണോ കോസ്റ്റ് കുറയ്ക്കുകയാണോ വേണ്ടത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ടാമത്തത് എക്സ്പ്രസ് ദി ഒബ്ജക്റ്റീവ് ഫങ്ഷൻ ആസ് ഇക്വേഷൻ. എന്താണ് ഞാൻ പറഞ്ഞത്? നമ്മൾ ഒബ്ജക്റ്റീവ് ഫങ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്താൽ ആ ഒബ്ജക്റ്റീവ് ഫങ്ഷനെ നമ്മൾ ഒരു ഇക്വേഷൻ ആയിട്ട് മാത്തമാറ്റിക്കൽ ഫോർമാറ്റിൽ എഴുതി വയ്ക്കും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദി കൺസ്ട്രെയിൻസ് ആൻഡ് എക്സ്പ്രസ് ഇറ്റ്. ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും നമുക്ക് എന്താണ് അവിടുത്തെ കൺസ്ട്രെയിൻസ് എന്നുള്ളത്. അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതും ഒരു ഇക്വേഷൻ്റെ രൂപത്തിൽ എഴുതി വയ്ക്കുക. ഈ 3 കാര്യങ്ങളാണ് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ സ്വീകരിക്കേണ്ട സ്റ്റെപ്പുകൾ. ഒന്ന്, ഒബ്ജക്റ്റീവ് ഫങ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. ആ ഒബ്ജക്റ്റീവ് ഫങ്ഷനെ ഒരു ഇക്വേഷൻ ഫോർമാറ്റിൽ എഴുതുക. പിന്നെ ചെയ്യേണ്ടത് കൺസ്ട്രെയിൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ കൺസ്ട്രെയിൻസും ഇക്വേഷൻ്റെ രൂപത്തിൽ എഴുതി വയ്ക്കുക. ഇതാണ് മെയിനായിട്ടുള്ള 3 സ്റ്റെപ്പുകൾ. ഇനി പഠിക്കാനുള്ളത് മെത്തേഡ് ഓഫ് സോൾവിങ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്. ഈ മെത്തേഡ്സിലാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളത്. 2 മെത്തേഡ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ 2 മെത്തേഡാണുള്ളത്. ഒന്ന് ഗ്രാഫിക് മെത്തേഡും ഒന്ന് സിംപ്ലെക്സ് മെത്തേഡും. ഇതിൽ നമുക്ക് ഗ്രാഫിക് മെത്തേഡ് മാത്രമേ പഠിക്കാനുള്ളൂ, സിംപ്ലെക്സ് മെത്തേഡ് പഠിക്കാനില്ല. അപ്പോൾ മെത്തേഡ് ഓഫ് സോൾവിങ് LPPയിൽ 2 മെത്തേഡാണ്. ഗ്രാഫിക് മെത്തേഡും ഉണ്ട്, സിംപ്ലെക്സ് മെത്തേഡും ഉണ്ട്. ഗ്രാഫിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്.
അപ്ലൈ ചെയ്യാൻ ഈസിയാണ്. 2 വേരിയബിൾസ് മാത്രമുള്ളൂ എങ്കിലാണ് നമ്മൾ ഈ ഗ്രാഫിക് മെത്തേഡ് ഉപയോഗിക്കുക. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ 2 വേരിയബിൾസ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഗ്രാഫിക് മെത്തേഡ്. ഇനി ഈ ഗ്രാഫിക് മെത്തേഡിൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് അതിൻ്റെ സ്റ്റെപ്പുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മെയിനായിട്ടുള്ള 3 സ്റ്റെപ്പുകൾ നമ്മളിവിടെ പറഞ്ഞു. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ഇക്വേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യുക, കൺസ്ട്രെയിൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കൺസ്ട്രെയിൻസ് എക്സ്പ്രസ് ചെയ്യുക. ഇതാണ് മെയിനായിട്ടുള്ള 3 സ്റ്റെപ്പുകൾ. ആ സ്റ്റെപ്പിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഗ്രാഫിക് മെത്തേഡിൽ നമുക്ക് ഈ സ്റ്റെപ്പിൽ പ്രോബ്ലം ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രാഫിക് മെത്തേഡിൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ഇക്വേഷൻ്റെ ഫോർമാറ്റിൽ എഴുതി വയ്ക്കുക. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും? പ്രോഫിറ്റ് മാക്സിമൈസേഷനോ കോസ്റ്റ് മിനിമൈസേഷനോ ആയിരിക്കും. സെഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതുക. അത് ഞാൻ പിന്നെ പറയാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺസ്ട്രെയിൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ്, അതാണ് കൺസ്ട്രെയിൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും ആ കൺസ്ട്രെയിൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതും ഇക്വേഷൻ്റെ ഫോർമാറ്റിൽ എഴുതി വയ്ക്കുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഇനീക്വാലിറ്റി ടു ഈക്വാലിറ്റി. ഇക്വേഷൻസ് നമ്മൾ എഴുതുമ്പോൾ അത് ഈക്വൽ ആവണം എന്നില്ല, ആ ഇക്വേഷനെ നമ്മൾ ഈക്വൽ ആക്കി എടുക്കണം. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക, രണ്ടാമത്തത് കൺസ്ട്രെയിൻസ് എഴുതുക, മൂന്നാമത്തത് നമ്മൾ എഴുതിയിട്ടുള്ള ആ ഇക്വേഷൻസ് ഈക്വൽ അല്ലെങ്കിൽ അതിനെ ഈക്വൽ ആക്കുക. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് പിന്നെ പറയാം കേട്ടോ. ഇക്വേഷന് ഈക്വൽ അല്ലാത്തതിനെ ഈക്വൽ ആക്കി മാറ്റുക. നാലാമത്തത് ഫൈൻഡ് ടെർമിനൽ പോയിൻറ്റ്സ് ഫോർ ഈച്ച് ഇക്വേഷൻ. ഓരോ ഇക്വേഷൻ്റെയും ടെർമിനൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക. അഞ്ചാമത്തെ സ്റ്റെപ്പ് ഗ്രാഫ് വരയ്ക്കുക. ആറാമത്തെ സ്റ്റെപ്പ് ഈ ഗ്രാഫ് നോക്കിയിട്ട് ഫീസിബിൾ സൊല്യൂഷൻ ഏരിയ ഏതാ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ സ്റ്റെപ്പൊന്നും കേട്ടിട്ട് നിങ്ങളിതൊക്കെ എന്താണെന്ന് വിചാരിക്കേണ്ട. സ്റ്റെപ്പ് തിയറി എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. ഇതേ സ്റ്റെപ്പിൽ നമ്മൾ പ്രോബ്ലം ചെയ്യും, അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക, കൺസ്ട്രെയിൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക, ആ എഴുതിയിട്ടുള്ള ഇക്വേഷൻ ഈക്വൽ അല്ലെങ്കിൽ അതിനെ ഈക്വൽ ആക്കി മാറ്റുക, ഓരോ ഇക്വേഷൻ്റെയും ടെർമിനൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക, ഗ്രാഫ് വരയ്ക്കുക, ഗ്രാഫിൽ നിന്ന് ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ ഏരിയ ഏതാ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ ഇവാലുവേറ്റ് കോർണർ പോയിൻറ്റ്സ് എന്നാണ് കേട്ടോ. കോർണർ പോയിൻറ്റ്സ്, ഇവാലുവേറ്റ് കോർണർ പോയിൻറ്റ്സ് അതാണ്. അതായത് നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കോർണർ പോയിൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ ലാസ്റ്റ് സെലക്ട് ഒപ്റ്റിമൽ പോയിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഈ സ്റ്റെപ്പ് കാണാതെ പഠിച്ചു വയ്ക്കുക. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക, കൺസ്ട്രെയിൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഈക്വൽ അല്ലെങ്കിൽ ഇക്വേഷന് ഈക്വൽ ആക്കുക, ടെർമിനൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക, ഗ്രാഫ് വരയ്ക്കുക, ഫീസിബിൾ സൊല്യൂഷൻ ഏരിയ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ കോർണർ പോയിൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഒപ്റ്റിമൽ പോയിൻറ്റുകൾ സെലക്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ സ്റ്റെപ്പുകൾ ഇപ്പോൾ കാണാതെ പഠിച്ചിട്ടില്ലെങ്കിലും ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഓർഡറിലാണ് ആ പ്രോബ്ലം ചെയ്യുക. ആ ഓർഡറാണ് അതിൻ്റെ സ്റ്റെപ്പ്, അത് എഴുതിയാൽ മതി. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് പഠിക്കാതെ തന്നെ എന്ത് ചെയ്യുക, സ്റ്റെപ്പുകൾ എഴുതാനായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയാണ് നോക്കാനുള്ളത്. ഗ്രാഫിക് മെത്തേഡ്, ഇതിൽ ഗ്രാഫിക് മെത്തേഡ് മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ലീനിയർ പ്രോഗ്രാമിങ്ങിൽ സിംപ്ലക്സ് മെത്തേഡ് പഠിക്കാനില്ല, ഗ്രാഫിക് മെത്തേഡ് വരെയുള്ളൂ. അപ്പോൾ ഇതാണ് ലീനിയർ പ്രോഗ്രാമിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് തിയറീസ്. ഈ തിയറീസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ അത് ചെയ്യുന്നതിന് മുന്നേ ഈ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ.